അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. അല്ല, ശിവേട്ടൻ പണ്ടാറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ബീങ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ പറയാണ്, ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന കലേനെ ഒരിക്കലും കൊല ചെയ്യരുതെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ബീങ് ആൻ ആർട്ടിസ്റ്റ് നമ്മൾ ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പോലും പൈസ മേടിക്കാതെ ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് അതിനെ സക്സസ് ആക്കണം എന്ന് ശ്രമിക്കും. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. ശരിക്കും സന്തോഷമായിട്ട് സംസാരിക്കുമ്പോൾ അത് ട്രൂലി ബിസിനസ് ആയിട്ട് കലേനെ കൊല ചെയ്യല്ലേ ചെയ്യുന്നത്. ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്താ വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. കലേനെ കൊല ചെയ്യല്ലേ ചെയ്യുന്നത്. സന്തോഷ് പണ്ഡിറ്റിന് ഒരു 10 ലക്ഷമാണ് കിട്ടുന്നെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് 5 ലക്ഷം ജനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. ഞങ്ങൾ കലയെ ഇത്രയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞവർ ഇത്ര കോടിയും ലക്ഷം വാങ്ങിച്ചിട്ടാ ചെയ്യുന്നത്. പറയുമ്പോൾ മുഴുവൻ പറയണം. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. സന്തോഷ് പണ്ഡിറ്റ് ഞാൻ ബിസിനസ്സാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോഴും സന്തോഷ് പണ്ഡിറ്റ് എന്താ ചെയ്ത്? എവിടെയും 10 രൂപ കിട്ടുകയാണെങ്കിൽ ഞാൻ ആളുകൾക്ക് കൊടുക്കാനോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എത്ര സ്റ്റാർസിൻ്റെ ഫേസ്ബുക്ക് എടുത്ത് കഴിഞ്ഞാൽ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്, സന്തോഷ് പണ്ഡിറ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ കലയെ കൊലയാക്കുന്നോ എന്ന് പറയുന്ന സന്തോഷ് പണ്ഡിറ്റ് കൃത്യമായിട്ട് ജനങ്ങളുമായി ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെ പറഞ്ഞാ മനസ്സിലാക്കാനാ? ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇന്ന് ഈ ഇരിക്കുന്ന എനിക്ക് പോലും ഇതിന്റെ മുന്നിലേക്കാൻ പറ്റില്ല. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഇവിടെ ഒരു നേഴ്സുമാരുടെ കഥ പറയുന്നു. നിങ്ങൾ 100 ദിവസം പടം ഓടിക്കുന്നു, അവാർഡ് മേടിക്കുന്നു. ശരിക്കും നേഴ്സുമാർ അവിടെ സമരം നടത്തി. എത്ര ആൾ പോയി? ഭൂരിഭാഗം ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ജനങ്ങളവിടെ ഭയങ്കര ഇതിനു വേണ്ടി നിൽക്കുകയാണ്, ഞങ്ങൾ കലയാണ്. എന്തേ അവാർഡ് വരെ മേടിച്ചവരെന്തുകൊണ്ടാണ് ഇവിടെ പോവാത്തത്? നീ കുറെ പ്രോഗ്രസ് ഉണ്ടാക്കാൻ നോക്കി, അതിനൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സത്യം. ഗോവിന്ദാപുരം കോളനി പോലത്തെ സ്ഥലങ്ങളിൽ അയിത്തം നിലനിന്ന സ്ഥലമുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് പോയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ വെറും ബിസിനസ്സാന്ന് പറഞ്ഞ സന്തോഷ് പണ്ഡിറ്റ് ചെന്ന് എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. ഗർഭിണികളായ സ്ത്രീകൾ എത്രയോ പേര് മരിക്കുന്നു. ഇവിടെ ദാരിദ്ര്യം വിട്ട് ലോകം മുഴുവൻ ഇന്ത്യ എങ്ങനെയാണെന്നും പറഞ്ഞ് അവാർഡ് മേടിക്കുന്ന എത്ര സംവിധായകർ അവിടെ പോയി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? ഇതാണോ കല? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇതാണോ കലാകാരന്മാർ? നിർത്തി അങ്ങ് അവമാനിക്കുവാണല്ലോ. കലാകാരനാണെങ്കിൽ എങ്ങനെ വേണം? നാക്കുകൊണ്ട് കോമിട്ട് പൊരിച്ചിട്ട് കാര്യമില്ല വേണം. നമ്മളെ ജീവിതത്തിൽ അത് കാണിക്കണം. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാണോ? എനിക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്.